കാശ്മീരിലെ ഓരോ കാഴ്ചകളും യാത്രകളും സ്വപ്നതുല്യമാണ്. ശ്രീനഗറിൽ നിന്നും പഹൽഗാമിലേക്ക് ഞങ്ങൾ നടത്തിയ യാത്രയുടെ വിവരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീനഗറിൽ നിന്നും 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പഹൽഗാമിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. തണുപ്പ് കാലത്തിന്റെ ആരംഭമായതുകൊണ്ട് പ്രകൃതിക്ക് ഒരു നരച്ച നിറം. വിശാലമായ ഹൈവേയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. കാശ്മീരിൽ കുങ്കുമം കൃഷി ചെയ്യുന്ന പാംപോർ എന്ന സ്ഥലത്തൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. യാത്രക്കിടയിൽ ഏതെങ്കിലും ഷോപ്പിൽ കയറി കുറച്ച് കുങ്കുമവും വാങ്ങണമെന്നുണ്ട്. ഓഗസ്റ്റ് മാസത്തിലാണ് കുങ്കുമപ്പൂവിന്റെ വിത്ത് നടാറുള്ളത്. ഒക്ടോബർ നവംബർ മാസത്തിൽ പൂക്കളിൽ നിന്നും കുങ്കുമം എടുത്തു തുടങ്ങും. ഒരു പൂവിൽ നിന്നും കുങ്കുമത്തിന്റെ 3 നാരുകളാണ് പറിച്ചു മാറ്റുന്നത്. ഞങ്ങളങ്ങനെ സമീന്ദാർ കേസർ മഹൽ എന്ന ഈ കടയുടെ മുന്നിലെത്തി. ഇവിടെ നിന്നും ഞങ്ങൾക്ക് കുങ്കുമപ്പൂവും അതുപോലെ മറ്റുള്ള ഡ്രൈ ഫ്രൂട്ട്സും വാങ്ങിക്കണം. കേരളത്തിൽ നിന്നും ധാരാളം ആൾക്കാർ ഇവിടെ സാധനം വാങ്ങിക്കുവാൻ എത്താറുണ്ടെന്ന് ഈ കടക്കാരൻ ഞങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് റമീസ് എന്നാണ്. അദ്ദേഹം കുറെ മലയാളം വാക്കുകളും പഠിച്ചു വെച്ചിട്ടുണ്ട്. कश्मीर से काफी लोग हमारा तो बिजनेस करता है, पता है आपको ना? केरला में हैंडीक्राफ्ट और इसमें स्पाइसेस में हमारा तो काफी लोग आता है. इसके फूल निकल आते हैं, मतलब अगस्त में लगाएंगे, फिर अक्टूबर में इसका फ्लावर आता है. जब यहाँ पे ऑटम स्टार्ट होता है ना, उस टाइम कोई भी फ्लावर कश्मीर में नहीं रहता है, खाली सेफ्रॉन का फ्लावर रहता है. ना पूरे साल में खाली सेफ्रॉन एक ही मंथ होता है. बीज लगाते हैं अगस्त में और सेफ्रॉन होता है. अच्छा, उसके पहले होता नहीं है, उसी मौसम में उसी मौसम में. और पूरे कश्मीर में खाली इसी जगह पे होता है, पंपोर में. थोड़ा पानी में डाल के റമീസ് അഹമ്മദ് നല്ലൊരു സെയിൽസ്മാനാണ്. കടയിലുള്ള മിക്കവാറും ഉൽപ്പന്നങ്ങളും ഞങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുവാൻ അയാൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ കുടിക്കുവാൻ കാശ്മീരി സ്പെഷ്യലായ കോവ എന്ന ഡ്രിങ്ക്സ് വന്നു. ഈ കാണുന്ന ചെറിയ പാക്കറ്റുകൾ 1 ഗ്രാം മാത്രമുള്ള കുങ്കുമപ്പൂവിന്റെ ചെറിയ പാക്കറ്റുകളാണ്. ഇതിന്റെ വില ഏതാണ്ട് 300 രൂപയ്ക്ക് അടുത്താണ്. അതുപോലെ കുങ്കുമപ്പൂവിൽ നിന്നും വേർതിരിക്കുന്ന തേനും ഞങ്ങൾ വാങ്ങിച്ചു. जो कलर भी डिफरेंट रहेगा और इसमें टेस्ट भी डिफरेंट रहेगा. കുറേയേറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കടക്കാരനോട് നന്ദിയും പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. പാംപോർ ഗ്രാമത്തിന്റെ 2 വശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കുങ്കുമപ്പാടങ്ങളാണ്. കുങ്കുമപ്പാടങ്ങളുടെ കാഴ്ച കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോഴേക്കും റോഡിന്റെ 2 വശത്തും വില്ലോ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കാശ്മീർ വില്ലോ കൊണ്ടാണല്ലോ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത്. കാശ്മീരിലെ ക്രിക്കറ്റ് ബാറ്റുകൾ ലോകത്തിലെ പല വലിയ കളിക്കാരും ഉപയോഗിക്കുന്നുണ്ടല്ലോ. ബിജ് ബെഹാര എന്ന സ്ഥലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ബിജ് ബെഹാരയിലാണ് ക്രിക്കറ്റ് ബാറ്റുകൾ ഉണ്ടാക്കുന്ന ധാരാളം ഫാക്ടറികൾ പ്രവർത്തിക്കുന്നത്. ക്രിക്കറ്റിന് ജനസമ്മതി കൂടുന്നതനുസരിച്ചിട്ട് കാശ്മീരിലെ ക്രിക്കറ്റ് ബാറ്റുകൾക്ക് പ്രിയം കൂടുകയാണ്. പക്ഷേ വില്ലോ മരങ്ങളുടെ കുറവ് മൂലം ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള ക്രിക്കറ്റ് ബാറ്റുകൾ ഉണ്ടാക്കുവാൻ ഇപ്പോൾ ഇവിടുത്തെ ഇൻഡസ്ട്രിക്ക് കഴിയുന്നില്ല. ഗവൺമെന്റിന്റെ പല സഹായങ്ങളും സ്വീകരിച്ചിട്ട് പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള പല പ്രൊജക്ട്സും ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. കാശ്മീരിന് 300-ലധികം കോടി നേടിക്കൊടുക്കുന്ന ഒരു വ്യവസായമാണ് ക്രിക്കറ്റ് ബാറ്റ് വ്യവസായം. അതുപോലെ തന്നെ 10,000-ൽ കൂടുതൽ ആൾക്കാർ ക്രിക്കറ്റ് ബാറ്റ് വ്യവസായവുമായി ബന്ധപ്പെട്ട് ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ലോകത്തിലെ പ്രമുഖരായ പല കളിക്കാരും
കാശ്മീർ വില്ല കൊണ്ടുണ്ടാക്കിയ ക്രിക്കറ്റ് ബാറ്റാണ് ഉപയോഗിക്കുന്നത്. ഓരോ കളിക്കാരന്റെയും ഇഷ്ടമറിഞ്ഞിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ബാറ്റുകൾ ഇവിടെ ഉണ്ടാക്കി നൽകാറുണ്ട്. ഞങ്ങൾ അങ്ങനെ പഞ്ച്പോറ എന്ന വില്ലേജിലെത്തി. ഇവിടെയും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളാണ് കാണാൻ കഴിയുന്നത്. ബിജ് ബിഹാരയിൽ പെടുന്ന ചെറിയൊരു പട്ടണമാണ് പഞ്ച്പോറ. അങ്ങനെ ഞങ്ങൾ ബിജ് ബിഹാര എന്ന ചെറിയ പട്ടണത്തിന്റെ ടൗൺ സ്ക്വയറിൽ എത്തി. ഏതൊരു ഉത്തരേന്ത്യൻ പട്ടണവും പോലെ തന്നെയാണ് ബിജ് ബിഹാരയും എനിക്ക് ആദ്യത്തെ കാഴ്ചയിൽ തോന്നിയത്. ഏതൊരു ഉത്തരേന്ത്യൻ പട്ടണത്തിൽ കാണുന്ന പോലെ ഒരു അടുക്കും ചിട്ടയും ഇല്ലായ്മ ഇവിടെയും കാണുവാൻ കഴിഞ്ഞു. വർഷങ്ങളായി ഉറങ്ങിക്കിടക്കുന്ന ഈ ചെറിയ പട്ടണങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും ജീവൻ വെച്ച് തുടങ്ങുകയാണ്. കാശ്മീരിലുണ്ടായ ടൂറിസത്തിന്റെ ഉണർവാണ് ഇതിന് പ്രധാന കാരണം. ഏതാണ്ട് 1.25 കോടിയിലധികം ജനങ്ങളാണ് കഴിഞ്ഞ വർഷം, അതായത് 2022 കാശ്മീർ സന്ദർശിക്കുവാൻ വേണ്ടി എത്തിയത്. അമർനാഥിലേക്കുള്ള യാത്ര ആരംഭിക്കുന്ന ചന്ദൻവാരിയും പഹൽഗാം കഴിഞ്ഞിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണടച്ചിട്ട് തുറന്ന് ഈ സ്ഥലങ്ങൾ കണ്ടാൽ നമ്മളൊരു പക്ഷേ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ശതകങ്ങളിൽ ജീവിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. നമ്മളിപ്പോ ജലം നദി ക്രോസ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിർപാറ എന്നറിയപ്പെടുന്ന ചെറിയ പട്ടണത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു കാശ്മീരി ഗ്രാമത്തിൽ കാണപ്പെടുന്ന സ്ഥിരം കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്നും ഏതാണ്ട് 60 കിലോമീറ്റർ ദൂരെയാണ് പഹൽഗാം. സിർപാര ഗ്രാമം പിന്നിട്ടപ്പോഴേക്കും കാഴ്ചകൾക്ക് പിന്നെയും സൗന്ദര്യം കൂടി. റോഡിന്റെ 2 വശവും ചിനാർ മരങ്ങളാണ്. ചിനാർ മരങ്ങളുടെ കാഴ്ചകൾ പിന്നിട്ടപ്പോഴേക്കും ആപ്പിൾ തോട്ടങ്ങളുടെ വരവായി. കാശ്മീരിൽ ഇപ്പോൾ ആപ്പിൾ സീസൺ ഏതാണ്ട് കഴിയാറായിരിക്കുന്നു. എങ്കിലും ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആപ്പിളിൽ നിന്നും നല്ല ജ്യൂസ് ഇവിടെ വിൽക്കാൻ കിട്ടുന്നുണ്ട്. ഞങ്ങൾ അത് കുടിക്കാൻ വേണ്ടി വണ്ടിയിൽ നിന്നിറങ്ങി. ആപ്പിൾ തോട്ടത്തിന്റെ ഒരു വശത്ത് ചെമ്മരിയാടുകൾ മേയുന്നത് കണ്ടു. ഞങ്ങൾ ചെമ്മരിയാടിനെ കാണാൻ വേണ്ടി കുറച്ച് മുന്നോട്ട് നടന്നു. എല്ലാ ഹിമാലയൻ ഗ്രാമങ്ങളിലും നമുക്ക് ചെമ്മരിയാടിന്റെ കൂട്ടങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. ഗ്രാമീണർക്ക് അഡീഷണലായി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഈ ചെമ്മരിയാടിന്റെ കൃഷിയാണ്. ഇത് ശ്രീ ഗുഫാര എന്നറിയപ്പെടുന്ന ഗ്രാമമാണ്. ശ്രീ എന്ന വേർഡും ഗുഫാര എന്ന വേർഡും ചേർത്ത് വെച്ചാണ് ശ്രീ ഗുഫാര എന്ന ഈ സ്ഥലത്തിന്റെ പേരുണ്ടായത്. ശ്രീ എന്ന് വെച്ചാൽ പുണ്യമായ സ്ഥലം, ഗുഫാര എന്ന് വെച്ചാൽ ഗുഹ. അപ്പോൾ പുണ്യമായ ഗുഹ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ശ്രീ ഗുഫാര. 11-ാം നൂറ്റാണ്ടിൽ ദിവ്യനായ ഒരു സന്യാസി ഇവിടുത്തെ ഒരു ഗുഹയിൽ തപസ്സിരുന്നുവെന്നും അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോയി എന്നുമാണ് ഐതിഹ്യം. വാൽനട്ട് മരങ്ങളുടെ തോട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ഈ ഗ്രാമങ്ങളിലൊക്കെയും ബസ് സർവീസുകൾ തീരെ കുറവാണ്. അതുകൊണ്ട് ഗ്രാമീണർ പലപ്പോഴും യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പ്രൈവറ്റ് ടാക്സികളെയാണ്. ശ്രീനഗറിൽ നിന്നും ഏതാണ്ട് 100 മുതൽ 150 രൂപയ്ക്ക് നമുക്ക് പഹൽഗാമിൽ ഷെയർ ടാക്സിയിലെത്താൻ കഴിയും. പഹൽഗാമിലേക്ക് ഒറ്റയ്ക്ക് വരുന്ന ടൂറിസ്റ്റുകൾ പലരും ഈ മാർഗം സ്വീകരിച്ചാണ്
എത്താറുള്ളത്. നമ്മളിപ്പോൾ സോഫിപ്പോറ എന്ന ചെറിയ ഗ്രാമം പിന്നിടുകയാണ്. ഇവിടെ നിന്നും ഏതാണ്ട് 50 കിലോമീറ്റർ ദൂരമുണ്ട് പഹൽഗാമിലേക്ക്. നമ്മളിപ്പോൾ കുളാർ എന്ന പേരുള്ള ഗ്രാമം പിന്നിടുകയാണ്. ഇവിടുന്ന് ഏതാണ്ട് 13 കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷനായ പഹൽഗാം. കുളാർ ഗ്രാമം വിട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഹിമാലയത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങി. ഇനിയും മനം ഭ്രമിപ്പിക്കുന്ന കാഴ്ചകളാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. പഹൽഗാമിനടുത്തുള്ള കൊലാഹോയി ഗ്ലേഷ്യറിന്റെ ഭാഗങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. ആറു വാലിയിൽ നിന്നാണ് കൊലാഹോയി ഗ്ലേഷ്യറിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ജലം നദിയിൽ വന്ന് ചേരുന്ന ലഡർ എന്ന 73 കിലോമീറ്റർ ദൂരമുള്ള ചെറിയ നദിയുടെ തീരത്തൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. പഹൽഗാമിൽ നിന്നും ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരത്തിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. അങ്ങനെ ഞങ്ങൾ പഹൽഗാമിന്റെ എൻട്രി പോയിന്റിലെത്തി. വാലി ഓഫ് ഷെപ്പേർഡ്സ് എന്നാണ് പഹൽഗാമിനെ പറ്റി പറയുന്നത്. ലഡർ നദിയുടെ തീരത്തൂടെ തന്നെയാണ് ഞങ്ങളുടെ പഹൽഗാം യാത്ര. നദിയിലെ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ട്. ഞങ്ങളുടെ ഇടതുവശത്ത് ലഡർ നദിയും നേരെ മുന്നിൽ ഹിമാലയ പർവ്വത ശൃംഖലയുമാണ്. ഏതൊരു യാത്രികന്റെയും മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് പഹൽഗാമിലേക്കുള്ള യാത്രയിൽ അവർക്ക് കിട്ടുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ പഹൽഗാം ടൗണിലെത്തി. നല്ല വൃത്തിയും വെടുപ്പുമുള്ള ടൗൺ. അമർനാഥ് യാത്രയ്ക്കിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ധാരാളം ആൾക്കാർ പഹൽഗാം ടൗണിൽ ഇറങ്ങാറുണ്ട്. പഹൽഗാമിലെ വാലി കാണുവാൻ വേണ്ടി ധാരാളം ടൂറിസ്റ്റുകൾ കുതിരപ്പുറത്ത് കയറി പോകാറുണ്ട്. 2005 പഹൽഗാം യാത്രയിൽ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ ഭാഗ്യം പരീക്ഷിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. സമുദ്രനിരപ്പിൽ നിന്നും 7200 അടി ഉയരത്തിലാണ് പഹൽഗാം ടൗൺ സ്ഥിതി ചെയ്യുന്നത്. പഹൽഗാമിൽ നിന്നും 16 കിലോമീറ്റർ ദൂരെയുള്ള ചന്ദൻവാരിയിൽ നിന്നുമാണ് അമർനാഥ് യാത്ര ആരംഭിക്കുന്നത്. ഏതാണ്ട് 6000 പേർ മാത്രം താമസിക്കുന്ന ചെറിയൊരു പട്ടണമാണ് പഹൽഗാം. പക്ഷേ
ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ അമർനാഥ് യാത്രയ്ക്കും പഹൽഗാം കാണുവാൻ വേണ്ടിയും എത്താറുണ്ട്. ഞങ്ങൾ പഹൽഗാം വിട്ട് കുറച്ച് മുന്നോട്ട് പോയി ലഡർ നദിയുടെ തീരത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുവാൻ തീരുമാനിച്ചു. പുറത്ത് പോകാല്ലേ സൂക്ഷിക്കണം. പൂവല്ലേ? ഹിമാലയൻ നദികളിൽ വെള്ളം കുറവാണെങ്കിലും വളരെ ശക്തിയായിട്ടാണ് ഒഴുകുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം വെള്ളത്തിലിറങ്ങുവാൻ. ലഡർ നദിയുടെ തീരത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഇപ്പോൾ ഏതാണ്ട് സന്ധ്യയായിരിക്കുന്നു. കാഴ്ചകൾക്ക് പിന്നെയും സൗന്ദര്യം കൂടി. ഹിമാലയത്തിലെ മഞ്ഞിൽ വൈകുന്നേരത്തെ സൂര്യൻ തട്ടി അതിന്റെ പ്രഭ ഒന്നുകൂടെ തെളിയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നുമുള്ള സൂര്യാസ്തമന കാഴ്ചകളാണ്. നല്ല ചുവന്ന സൂര്യൻ അങ്ങ് ദൂരെ ഹിമാലയത്തിന്റെ മടിയിലേക്ക് ഉറങ്ങാൻ പോകുന്നു. പഹൽഗാമിൽ നിന്നുള്ള മറ്റ് കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ ഞാൻ തിരിച്ചു വരാം. അതുവരേക്കും നന്ദി.